ഈ ഒരു സെഷനിൽ ഡോക്കർ വോളിയൂംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ 3 ടൈപ്സ് ആയിട്ടാണ് ഡോക്കർ വോളിയൂംസ് ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലെല്ലാം യൂസ് ചെയ്യുന്നത് നെയിംഡ് വോളിയൂംസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡെമോൺസ്ട്രേഷൻ പ്രാക്ടിക്കൽ ചെയ്ത് മനസ്സിലാക്കാൻ പോകുന്നത് നെയിംഡ് വോളിയൂംസ് നമുക്ക് ഡോക്കർ കമ്പോസ് ഫയലിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കറൻ്റ്ലി ഏതെങ്കിലും ഡോക്കർ കണ്ടെയ്നേഴ്സ് റണ്ണിങ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാം. ഡോക്കർ PS കമാൻഡ് കൊടുത്തു. ഇപ്പോൾ കറൻ്റ്ലി കണ്ടെയ്നേഴ്സ് ഒന്നും റണ്ണിങ് അല്ല. ഏതെങ്കിലും സ്റ്റോപ്ഡായി കിടപ്പുണ്ടോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ഒന്നും സ്റ്റോപ്ഡ് സ്റ്റേറ്റിലും ഇല്ല. അപ്പോൾ കണ്ടെയ്നേഴ്സ് ഒന്നും തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ ഡോക്കർ വോളിയൂംസ് ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്. അതൊന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡോക്കർ വോളിയം LS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറൻ്റ്ലി ഏതെങ്കിലും വോളിയൂംസ് ക്രിയേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഡോക്കർ വോളിയം LS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം വോളിയൂംസ് ഒന്നും കറൻ്റ്ലി ഇല്ല. അപ്പോൾ നമുക്കിവിടെ ഡോക്കർ കമ്പോസ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസിൽ കണ്ടത് തന്നെയാണ്. നമ്മുടെ ആ ഒരു PHPയുടെ ക്രൂഡ് ആപ്ലിക്കേഷൻ അപ്പ് ചെയ്യാനുള്ള ഡോക്കർ കമ്പോസ് ഫയൽ. ആ ഒരു MySQL ഡേറ്റാബേസും 2 സർവീസസ് ഉണ്ട്. ഒന്ന് MySQL ഡേറ്റാബേസ്, നമ്മുടെ കസ്റ്റം MySQL ഡേറ്റാബേസും, മറ്റൊന്ന് PHPയും അപ്പാഷയും കൂടെ രണ്ടും കൂടെ ഉള്ള കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് PHP ക്രൂഡ് ആപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഡോക്കർ ഹബ്ബിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ പുള്ളി ചെയ്ത് കൊണ്ടുവന്ന് ഡോക്കർ കമ്പോസ് ഫയൽ ഉപയോഗിച്ചിട്ട് അപ്പ് ചെയ്യുന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടു കഴിഞ്ഞു മുമ്പത്തെ സെഷനിൽ. ഓക്കെ, അപ്പോൾ സെയിം ഡോക്കർ കമ്പോസ് ഫയൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഡോക്കർ കമ്പോസ് ഫയൽ ഒന്ന് അപ്പ് ചെയ്യാം. നമുക്ക് അപ്പ് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഒന്ന് വർക്ക് ചെയ്യിച്ചിട്ട്, അതായത് നമുക്കിപ്പോൾ വോളിയൂംസ് ഒന്നും കൊടുക്കാതെ ഒന്നുകൂടെ നമുക്ക് അതിൻ്റെ ഡെമോ ഒന്ന് പെട്ടെന്ന് കാണാം. ആദ്യം ഡോക്കർ കമ്പോസ്, ഓൾറെഡി ഇതിൽ ഡോക്കർ കമ്പോസ് ഫയലുണ്ട്, കണ്ടില്ലേ? ഈ ഒരു YAML ഫയൽ നമ്മളിപ്പോൾ ഈ കണ്ട ഇതേ സെയിം YAML ഫയലുള്ള അതേ ഡയറക്ടറി തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്കർ കമ്പോസ് ഡിറ്റാച്ച്ഡ് ഫോമിൽ -d അപ്പ് കൊടുക്കണം. അപ്പ് ചെയ്യുന്നതിന് അത് കഴിഞ്ഞ് ഡിറ്റാച്ച്ഡ് ഫോമിൽ -d കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് DB സർവീസ് ക്രിയേറ്റ് ചെയ്തു, അടുത്തത് PHP ആപ്പ്. അപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡോക്കർ വോളിയം LS എന്ന് കൊടുത്തു നോക്കാം. വോളിയൂംസ് ഇപ്പോൾ ഒരു ഡിഫോൾട്ട് ലോക്കൽ വോളിയം അത് ക്രിയേറ്റ് ചെയ്തതാണ്, നമ്മളായിട്ട് കൊടുത്തതല്ല. അപ്പം അടുത്ത് നമുക്കിനി ഈ ഒരു ആപ്ലിക്കേഷൻ റണ്ണിങ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ബ്രൗസർ എടുത്തു, കുറച്ച് ടൈം എടുക്കും ഒന്ന് അപ്പായി റെഡി ആയിട്ട് വരാൻ. ഞാനൊരു അല്പസമയം ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയാണ്. അപ്പോൾ ഒന്ന് അപ്പായിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ഈ ആപ്ലിക്കേഷൻ അപ്പായിട്ടുണ്ട്. അപ്പോൾ ആ DB ഒന്ന് അപ്പായി വരുന്നതിനുള്ള ടൈമാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എടുക്കുമ്പോൾ ആപ്ലിക്കേഷനിൽ നിന്ന് നോക്കുമ്പോൾ DB അപ്പായിട്ടില്ലാത്തത് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വേറെ ആദ്യം കാണിച്ചതാണ്. കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ DBയും കൂടെ അപ്പായി കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഫുള്ളി ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നമുക്ക് യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു സാമ്പിൾ ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇതിൽ നമുക്കൊരു സാമ്പിൾ 1-2 എൻട്രീസ് നമുക്ക് കൊടുക്കാം. ക്രിയേറ്റ് ന്യൂ യൂസർ എന്ന് പറഞ്ഞ ബട്ടൺ എടുത്തിട്ട് നമുക്കിപ്പം സാം എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇമെയിൽ ID sam@techtrivandrum.com എന്ന് പറഞ്ഞ് കൊടുത്തു. ഒരു പാസ്വേഡും കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. ഇപ്പോൾ 2 എൻട്രീസ് ഞാനിപ്പോൾ ഇതിലോട്ട് ഫീഡ് ചെയ്തു, ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട്. അതിൻ്റെ ബാക്ക്-എൻഡ് MySQLലോട്ടാണ് അത് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഈ 2 എൻട്രീസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രൗസർ ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പം നമ്മുടെ 2 കണ്ടെയ്നേഴ്സ് റണ്ണിങ് ആണ്, ഇത് രണ്ടും വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ഡോക്കർ കമ്പോസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഡോക്കർ കമ്പോസ് ഡൗൺ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ അപ്പായിട്ടുള്ള സർവീസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് 1 by 1 അത് ഡൗൺ ആവും, കണ്ടെയ്നേഴ്സ് എല്ലാം റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഡോക്കർ PS കമാൻഡ് ഒന്നുകൂടെ കൊടുക്കാം. അപ്പം റണ്ണിങ് കണ്ടെയ്നേഴ്സ് ഒന്നുമില്ല, ഏതെങ്കിലും സ്റ്റോപ്ഡ് സ്റ്റേറ്റിലുണ്ടോ എന്ന് നോക്കാം. PS-i ഇപ്പോൾ സ്റ്റോപ്ഡ് സ്റ്റേറ്റിലും ഇല്ല. അപ്പോൾ ഇപ്പോൾ കണ്ടെയ്നേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാനുവലി ഡോക്കർ സ്റ്റോപ്പ് കമാൻഡ് കൊടുത്തിട്ട് കണ്ടെയ്നേഴ്സ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ആദ്യം സ്റ്റോപ്പായി മാറുകയേ ഉള്ളൂ, റിമൂവ് ആവില്ല. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പായി മാറിയിട്ട് നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്താൽ ആ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പെർസിസ്റ്റ് ചെയ്യും അവിടെ. അത് നമ്മൾ അതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ സെഷനിൽ നമ്മൾ അതിൻ്റെ തിയറി പാർട്ട് സ്ലൈഡ് വെച്ചിട്ട് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തതോ ഒന്ന് നോക്കി മനസ്സിലാക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതെന്നൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും കണ്ടെയ്നേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ആയി കഴിഞ്ഞു, എക്സിസ്റ്റിംഗ് കണ്ടെയ്നേഴ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിനി
വീണ്ടും നമുക്ക് ഡോക്കർ കമ്പോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് അപ്പ് ചെയ്യാം. അപ്പ് ചെയ്ത് നമുക്കൊന്ന് ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ വീണ്ടും ഒന്ന് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ ആപ്ലിക്കേഷൻ അപ്പായിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലോഗിൻ ചെയ്യാം അതിലോട്ട്. അതിനകത്ത് ഹോം പേജിലോട്ട് പോവാം. കണ്ടില്ലേ, ഇപ്പം നമ്മൾ മുമ്പത്തെ സെഷനിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റാസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതെല്ലാം ഡിസ്ട്രോ ആയിപ്പോയി. കാരണം നമ്മൾ ആ ഡോക്കർ കണ്ടെയ്നർ എല്ലാം റിമൂവ് ചെയ്തപ്പോൾ അതിൽ സ്റ്റോർ ആയിരുന്ന ആ ഒരു വിർച്വൽ കറസ്പോണ്ടിങ് അതിൻ്റെ വിർച്വൽ ഫയൽ സിസ്റ്റത്തിലാണ് ആ ഡേറ്റാബേസ് ഉണ്ടായിരുന്നത്. അതിലപ്പം നമ്മൾ ഫീഡ് ചെയ്തിരുന്ന ഡേറ്റയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഡിസ്ട്രോ ആയിപ്പോയി. അതൊന്നും ഇപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ച് കിട്ടിയില്ല. കണ്ടെയ്നർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെയിം ഇമേജിൽ നിന്നൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രണ്ടാമതൊരു കണ്ടെയ്നറാണ് സ്റ്റാർട്ടായി വന്ന രണ്ടിനും. അപ്പോൾ നമുക്ക് ആ പഴയ ഡേറ്റ നമുക്ക് കിട്ടിയില്ല. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിനൊരു സൊല്യൂഷനായിട്ടാണല്ലോ നമ്മൾ ഡോക്കർ ഓളിയംസ് കോൺസെപ്റ്റ് തിയറി പഠിച്ചത്. അപ്പോൾ നമുക്കിതിൽ ഡോക്കർ ഓളിയം എങ്ങനെ കൊടുത്ത് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഡോക്കർ കമ്പോസ് ഡൗൺ ഞാൻ കൊടുക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ടെയ്നേഴ്സ് എല്ലാം നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. വീണ്ടും നമുക്ക് ഡോക്കർ PS കൊടുക്കാം. റണ്ണിങ് ഒന്നുമില്ല. -A കൊടുക്കാം. സ്റ്റോപ്ഡ് ആയിട്ടൊന്നുമില്ല. കംപ്ലീറ്റ്ലി വീണ്ടും റിമൂവ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നമ്മുടെ ഡോക്കർ കമ്പോസ് ഫയലിൽ എങ്ങനെ ഈ കണ്ടെയ്നർ കൊടുക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ ഓൾറെഡി സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു അതെവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതായത് നമുക്കിവിടെ ഡോക്കർ കമ്പോസ് ഫയലിൽ നമുക്ക് ഈ ഒരു ലൈനിലാണ് കൊടുക്കേണ്ടത്. ഇതേ ഇൻഡൻറ്റേഷനിലാണ് കൊടുക്കേണ്ടത്. ടാബ് സ്പേസ് മാറിപ്പോകരുത്. അതായത് നിങ്ങൾ പോർട്സും നെറ്റ്വർക്കും എല്ലാം കൊടുക്കേണ്ട അതേ ഒരു സ്ഥലത്ത് തന്നെ കൊടുത്താൽ മതി. അവിടെ വന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് ലൈനിൽ നിങ്ങൾ ഓളിയംസ് എന്നും പറഞ്ഞിട്ട് കൊടുക്കുക. ഒരു കോളൻ കൊടുക്കുക. അത് ഫോമാറ്റ് എല്ലാം പോർട്സ് കൊടുക്കുന്ന പോലെ നെറ്റ്വർക്ക്സ് കൊടുക്കുന്ന പോലെ തന്നെയാണ്. സെയിം ഫോമാറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓളിയത്തിന് ഇപ്പോൾ നമ്മൾ നെയിംഡ് ഓളിയമാണ് ഇവിടെ ഡെമോൺസ്ട്രേഷനായിട്ട് കാണിക്കുന്നത്. എല്ലാം കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പേര് കൊടുക്കാം. ഇപ്പോൾ ഡേറ്റാബേസിന് DBക്ക് മാത്രം ഞാൻ ഓളിയം കൊടുക്കുന്നുള്ളൂ. PHP ആപ്ലിക്കേഷന് കൊടുക്കുന്നില്ല. തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഡേറ്റ സ്റ്റോർ ആവുന്നത് ഡേറ്റാബേസിലാണ് MySQLൻ്റെ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മാത്രം ഡേറ്റ പെർസിസ്റ്റൻസ് എനേബിൾ ചെയ്താൽ മതി. ഓളിയം കൊടുത്താൽ മതി. അപ്പം ഞാനൊരു പേര് കൊടുക്കുകയാണ്. ആ ഓളിയത്തിന് DB ഡേറ്റ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഒരു കോളൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ MySQLൻ്റെ ഡിഫോൾട്ട് കണ്ടെയ്നറിലുള്ള MySQL ഡേറ്റാബേസിൻ്റെ ഡിഫോൾട്ട് ഡേറ്റ ലൊക്കേഷൻ ഞാൻ കൊടുക്കുകയാണ്. /var lib MySQL എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ സർവീസിലെ ഓളിയം പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഇനി ഏറ്റവും താഴെ വന്നിട്ട് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓളിയംസ് എല്ലാം നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യണം. അത് ഈ നെറ്റ്വർക്ക്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന അതേ ഇൻഡൻറ്റേഷനിൽ തന്നെ കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കേണ്ടത് ഓളിയംസ് എന്നും പറഞ്ഞ് കൊടുക്കുക. ഓളിയംസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് ഒരു കോളൻ ഇടുക. ഈ ഓളിയംസ് കൊടുക്കേണ്ടത് ഈ നമ്മൾ നെറ്റ്വർക്ക്സ് എല്ലാം ലിസ്റ്റ് ചെയ്തത് പോലെ തന്നെയാണ്. ഇവിടെ അതേ ലൈനിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അതായത് ഏറ്റവും മുകളിൽ സർവീസസിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അതേ ഇൻഡൻറ്റേഷനിൽ തന്നെ അതേ ടാബിൽ തന്നെ കൊടുക്കുക. സ്പേസിങ്ങിൽ വ്യത്യാസം വരരുത്. അപ്പോൾ ഓളിയംസ് എന്നും പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഒരു എൻട്രി കൊടുക്കുക. എന്നിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓളിയംസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ DB ഡേറ്റ എന്നും പറഞ്ഞൊരു ഓളിയമാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അത് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ഓളിയംസ് നമ്മൾ പല സർവീസസിന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഫയൽ ഞാനൊന്ന് റൈറ്റ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഡോക്കർ കമ്പോസ് ഫയൽ ഉപയോഗിച്ചിട്ട് നമുക്കിത് അപ്പ് ചെയ്തെടുക്കാം. ഡോക്കർ കമ്പോസ് അപ്പ് -D കൊടുക്കുകയാണ്. ഓളിയം മസ്റ്റ് ബി എ മാപ്പിംഗ് നോട്ട് എ സ്ട്രിങ് എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എറർ എന്താണെന്ന് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ ഒരു എറർ, അതായത് വോളിയം മസ്റ്റ് ബി എ മാപ്പിംഗ് നോട്ട് എ സ്ട്രിങ് എന്നാണ്. അപ്പോൾ മാപ്പിംഗ് അല്ല എന്നാണ് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിനും നമുക്ക് ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന യൂസ് ചെയ്തിരിക്കുന്ന വോളിയംസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനും ഒരു കോളം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതും കൂടെ കൊടുത്തിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് കൊള്ളുക. നമ്മൾ കഴിഞ്ഞ സെഷനിൽ സ്ലൈഡിൽ മെൻഷൻ ചെയ്തപ്പോൾ ചിലപ്പോൾ ആ കോളം വിട്ടുപോയിട്ടുണ്ടായിരിക്കും. സ്ലൈഡിൽ കാണിച്ചപ്പോൾ നമ്മൾ ആ ഒരു കോളം കൂടെ ഇവിടെ കൊടുത്തിട്ട് ഈ ഫയലൊന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമുക്കിനി ഒന്നുകൂടെ ഒന്ന് അപ്പ് ചെയ്ത് നോക്കാം. ഞാനൊന്നുകൂടെ ക്ലിയർ ചെയ്യുകയാണ്. ഒന്നുകൂടെ നമുക്കിന്ന് അപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ലിസ്റ്റ് ചെയ്യേണ്ട ഓളിയംസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഓളിയംസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഒരു കോളൻ കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും നമ്മൾ ഡോക്കർ കമ്പോസ് ഉപയോഗിച്ച് അപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഡോക്കർ ഓളിയംസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡോക്കർ ഓളിയം LS എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഡോക്കർ കമ്പോസിൽ DB ഡേറ്റ എന്ന പേരിൽ ഒരു ഓളിയം കൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഈ ലോക്കൽ എന്ന് പറഞ്ഞ് ഇതിന് മുമ്പ് കാണിക്കുന്നത് ഇവിടെ
ഡോക്കർ കമ്പോസ് ഇപ്പം നമ്മൾ കൊടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വോളിയമാണ് ഈ കാണിക്കുന്നത്. ഡോക്കർ കമ്പോസ് അണ്ടർസ്കോർ DB ഡേറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പേര് കണ്ടില്ലേ, DB ഡേറ്റ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അവിടെ അത് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഇനി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഇത് നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്. നമുക്ക് ഒന്നുകൂടെ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ അപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി 1-2 യൂസേഴ്സിനെ വീണ്ടും നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പെട്ടെന്നൊന്ന് സ്കിപ്പ് ചെയ്ത് വിടുകയാണെന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 യൂസേഴ്സിനെ വീണ്ടും നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രൗസർ അങ്ങ് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ബ്രൗസർ ഞാനങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിപ്പം ഇവിടെ ഒരു വോളിയം ഉണ്ട്. അപ്പോൾ ഈ വോളിയത്തിലോട്ടാണ് ഈ ഡേറ്റ സ്റ്റോർ ആയിരിക്കുന്നത്. MySQL ഈ വോളിയമാണ് നമ്മളവിടെ മൗണ്ടഡ് ആയിരിക്കുന്നത് നമ്മുടെ കണ്ടെയ്നറിൽ. അപ്പോൾ ഇതിലോട്ടാണ്, ഈ ലൊക്കേഷനിലോട്ടാണ് അത് സ്റ്റോർ ആയിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിനി വീണ്ടും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഡോക്കർ കമ്പോസ് ഡൗൺ കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഡോക്കർ കമ്പോസ് ഡൗൺ കൊടുത്തു. ഈ ആപ്ലിക്കേഷൻ ഡൗൺ ആയി. കിട്ടുന്നില്ല എന്ന് നമുക്ക് ബ്രൗസറിൽ ഒന്നുകൊണ്ടൊന്ന് എടുത്ത് പെട്ടെന്നൊന്ന് വെരിഫൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇല്ല, ഡൗൺ ആണ്, അതുകൊണ്ട് കണക്ട് ചെയ്യാനും പറ്റില്ലെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡോക്കർ PS കൊടുക്കാം. റണ്ണിങ് കണ്ടെയ്നേഴ്സ് ഒന്നുമില്ല, -A കൊടുത്തു. സ്റ്റോപ്ഡ് കണ്ടെയ്നേഴ്സ് ഒന്നുമില്ലെന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും ഒന്നുകൂടെ ഈ സെയിം ഇതിൽ തന്നെ നമ്മൾ ഈ ഡോക്കർ കമ്പോസ് തന്നെ സെയിം വോളിയംസ് ഇവിടെ കിടക്കുകയാണ്. നമ്മൾ നേരത്തെ കൊടുത്ത സെയിം വോളിയം ലൊക്കേഷൻ തന്നെ കിടക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ ആ ഡോക്കർ വോളിയം LS കമാൻഡ് ഒന്നുകൂടെ കൊടുത്ത് ചെക്ക് ചെയ്യാം. ആ വോളിയം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, വോളിയം ഡിസ്ട്രോയ് ആയി പോയിട്ടില്ല. ഓക്കെ, നമ്മൾ കണ്ടെയ്നറെല്ലാം നമ്മൾ റിമൂവ് ആയി കഴിഞ്ഞു ഡോക്കർ കമ്പോസ് ഡൗൺ കൊടുത്തപ്പോൾ. ആ വോളിയം ഇവിടെ തന്നെ ഉണ്ട്. ഈ വോളിയം നമ്മൾ, അതായത് ഈ ഡോക്കർ കമ്പോസിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സെയിം വോളിയം ക്രിയേറ്റ് ആയത് അവിടെ തന്നെ നമ്മുടെ മെഷീനിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡോക്കർ കമ്പോസ് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഇത് അപ്പ് ചെയ്യാം. നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ അപ്പായി വരുന്നുണ്ട്. ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പായിട്ടുണ്ട്. നമുക്കിനി ലോഗിൻ ചെയ്യാം. ഹോം പേജിലോട്ട് പോവാം. കണ്ടില്ലേ, ഹോം പേജിലോട്ട് പോയപ്പോൾ നമ്മൾ മുമ്പ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ആ ഡേറ്റാസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്, ഒന്നും പോയിട്ടില്ല. നമ്മൾ കണ്ടെയ്നർ എല്ലാം രണ്ടും റിമൂവ് ചെയ്തു, എന്നിട്ടും രണ്ടാമത് നമ്മൾ അപ്പ് ചെയ്തെടുത്തപ്പോൾ ആ സെയിം ഇമേജിൽ നിന്ന് അപ്പ് ചെയ്തെടുത്തപ്പോൾ ആ സെയിം ആപ്ലിക്കേഷനിൽ മുമ്പ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫീഡ് ചെയ്തിരുന്ന ഡേറ്റാസ് എല്ലാം അവിടെ തന്നെ കിട്ടി. അപ്പം ഡേറ്റ പെർസിസ്റ്റൻസ് നമുക്കിവിടെ സക്സസ്ഫുള്ളി നമ്മൾ എനേബിൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കിട്ടിയതിന് റീസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. നമ്മൾ ഡോക്കർ കമ്പോസ് ഡൗൺ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഡൗൺ ചെയ്തപ്പോൾ കണ്ടെയ്നേഴ്സ് 2 റിമൂവ് ചെയ്തു. അത് നിങ്ങളിവിടെ തന്നെ കാണാൻ സാധിക്കും, റിമൂവിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കണ്ടെയ്നേഴ്സ് റിമൂവ് ചെയ്തെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ ഡോക്കർ അത് ക്രിയേറ്റ് ചെയ്ത ആ വോളിയം അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ മെഷീനിൽ. അപ്പം നമ്മൾ ആ ഫീഡ് ചെയ്തിരുന്ന MySQL ഡേറ്റാ ബേസിലോട്ട് പോയ ആ ഡേറ്റ ഈ വോളിയത്തിൽ സേഫായിട്ട് അവിടെ സ്റ്റോർഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡോക്കർ വോളിയം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡേറ്റ പെർസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു കമാൻഡ് ഉണ്ട്. അതായത് നമുക്ക് ഡോക്കർ വോളിയം LS കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത വോളിയം എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. പിന്നീട് നമുക്കതിൻ്റെ ആക്ച്വൽ ലൊക്കേഷൻ നമ്മുടെ മെഷീനിൽ അത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനൊരു കമാൻഡ് ഉണ്ട്. അതായത് ഡോക്കർ വോളിയം ഇൻസ്പെക്റ്റ് എന്നും പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ വോളിയത്തിൻ്റെ പേരവിടെ കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആക്ച്വൽ ലൊക്കേഷൻ നമുക്ക് അറിഞ്ഞ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മൗണ്ട് പോയിൻ്റ് കറക്റ്റ് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് /var/lib ഡോക്കർ വോളിയംസ് ഇങ്ങനൊരു ലൊക്കേഷനിലാണ്, നമ്മുടെ ലോക്കൽ മെഷീനിൽ ഇങ്ങനൊരു ലൊക്കേഷനിലാണ് ആക്ച്വലി ഈ വോളിയം ക്രിയേറ്റ് ആയിട്ട് അതിൽ ഡേറ്റ സ്റ്റോർ ആയിരിക്കുന്നത്. എന്നിട്ട് ആക്ച്വലി ഇതാണ് കണ്ടെയ്നറിൽ കൊണ്ടുവന്ന് മൗണ്ട് ചെയ്യുന്നത് ആ MySQL കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ ലൊക്കേഷനിൽ പാത്തിൽ. നമ്മളതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡോക്കർ കമ്പോസിൽ നെയിംഡ് വോളിയം ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു ആക്ച്വൽ ആപ്ലിക്കേഷനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. നിങ്ങളതൊന്ന് നല്ലപോലെ ചെയ്ത് നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഡെമോ കാണിച്ചപ്പോൾ MySQL സർവീസിന് മാത്രമേ നമ്മൾ വോളിയം കൊടുത്തുള്ളൂ, ഇവിടെ വോളിയം കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് PHP ആപ്ലിക്കേഷന് വോളിയം കൊടുത്തിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് PHP ആപ്ലിക്കേഷനിലും എന്തെങ്കിലുമൊക്കെ വോളിയം നമുക്ക് കൊടുത്ത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേറെയും എന്തെങ്കിലും ഇമേജസൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് മൾട്ടി സർവീസസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വോളിയംസ് ആവശ്യമായിട്ട് വരുന്ന ഡേറ്റ പെർസിസ്റ്റൻസ് ആവശ്യമായിട്ട് വരുന്ന സർവീസിന് അത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പം ഡേറ്റാബേസ് പോലത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഡേറ്റ പെർസിസ്റ്റൻസ് ആവശ്യമാണ്. അപ്പം അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അത് ഡിസൈൻ ചെയ്യുന്നതനുസരിച്ച് ഡേറ്റ പെർസിസ്റ്റൻസ് ആവശ്യമായിട്ട് വരുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ വോളിയംസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ പെർസിസ്റ്റൻസ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം.